ഹലോ, ഹായ്. അതെ, ഞാൻ ഒരുപാട് ദിവസമായാലും ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞിട്ടല്ലേ, ആരോഗ്യ പ്രശ്നമാണ് കേട്ടോ. ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്കൊരു സമയം കിട്ടാറില്ല. അറിയാമല്ലോ, നമ്മൾ ഓരോ ഹോസ്പിറ്റലുകളിൽ ഓരോ കാര്യത്തിന് പോയിട്ട് വരുമ്പോൾ എങ്ങനെയാകും എന്നുള്ളത്. അതുകൊണ്ടാട്ടോ അതിൻ്റെ ഇടയിൽ എടുത്തു വച്ചേക്കുന്ന വീഡിയോ നമ്മളെന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യും. അതിന് നമ്മൾ ഈ പ്ലാറ്റ്ഫോം നമ്മൾക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലെ ഒരു നല്ലൊരു ദിവസം ഇതിൻ്റെ തുടക്കത്തോടുകൂടി നമുക്കിന്ന് ഈ വീഡിയോയിലിട്ട് കിടക്കാം കേട്ടോ. നമ്മളെല്ലാവരും ഓരോ വ്യക്തിയുടെയും ചിരിക്കുന്ന മുഖമേ കണ്ടിട്ടുള്ളൂ. ഒരുപാട് എപ്പോഴും ചിരിക്കുന്ന മുഖത്തോട് ഇരിക്കുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെ ഉള്ളു മുഴുവൻ വേദനയായിരിക്കും കേട്ടോ. അതറിയാനായിട്ട് ഒരുപാട് വൈകുകയും ചെയ്യും. വൈകും എന്ന് പറഞ്ഞാൽ അറിഞ്ഞു വരുമ്പോഴത്തേക്കും അവർ നമ്മളെ വിട്ട് പോയിരിക്കും. ഒരുപാട് സന്തോഷിക്കുന്നവരെയും അല്ല ചിരിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചാലറിയാം അവരുടെ ജീവിതം, അവരുടെ മനസ്സ് അത്രയും നീറിപ്പോവുകയായിരിക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അതുപോലെ തന്നെ നമുക്കൊരു വ്യക്തിയുടെ സ്വഭാവം അറിയണം എന്നുണ്ടെങ്കിൽ നാട് മുഴുവൻ അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. ഒരിക്കലും അറിയാൻ പറ്റത്തില്ല കേട്ടോ. നാട്ടിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തോ ഒന്നും അന്വേഷിച്ചത്, സുഹൃത്തുക്കളടുത്തോ ബന്ധുജനങ്ങളടുത്തോ ഒന്നും ചോദിച്ചും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളോട് പെരുമാറുന്നത് പോലും നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ മനസ്സിലാക്കണമെങ്കിലുണ്ടല്ലോ, ധനസഹായം കൊടുത്താൽ മതി. കടം കൊടുക്കുക എന്നുള്ള ഒരു സഹായം അത് കൊടുത്തു കഴിഞ്ഞിട്ടേ അത് കിട്ടിക്കഴിഞ്ഞ് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അവരിലുള്ള മാറ്റം. അതാണ് അത് ആ വ്യക്തി എന്താണെന്ന്, വ്യക്തിയുടെ മുഖം നമുക്ക് വികൃതമായ മുഖവും മനസ്സും അപ്പോൾ കാണാം. അതിൽ നിന്ന് കാണാം. അത് കിട്ടുന്നിടം വരെ മാത്രമേ ഉള്ളൂ. ധനം, ആഭരണം എല്ലാം ശത്രുക്കളാണ്, അല്ലേ? അതാണല്ലോ പെൺകുട്ടികളെല്ലാം മരണത്തിലേക്ക് പോകുന്നത്. എല്ലാം കിട്ടിക്കഴിയുമ്പോൾ വേണ്ട, ആണുങ്ങൾക്ക് വേണ്ട, പയ്യന്മാർക്ക് വേണ്ട, അവരെ വീട്ടുകാർക്ക് വേണ്ട. അവർക്ക് ആവശ്യം സ്വർണവും പണവും മാത്രമാണ്. സ്വർണവും പണവും സ്വത്തും. അത് കിട്ടിക്കഴിയുമ്പോഴേ ഏത് രീതിയിലും ഒഴിവാക്കാൻ നോക്കും. മനസ്സിലായില്ലേ?